360 ഡിഗ്രിയിൽ വട്ടത്തിലെ കഴിഞ്ഞ ദിവസം തൊടുപുഴ വെച്ചിട്ട് കണ്ട ഒരു ഓട്ടോക്കാരന്റെ കൈ കാണിച്ച് അതിനകത്ത് കയറി സ്റ്റുഡിയോയിൽ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അങ്ങേര് വെള്ളം അടിച്ചെന്ന് പറഞ്ഞിട്ട് പോയി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോയും കാച്ചി. ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓട്ടോ ഓടിക്കുന്നത്. വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത്. ചോദിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. വണ്ടി ഓടിക്കാൻ നിൽക്കുന്നത് സ്റ്റിയറിംഗ് ഇപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് വീഴൂന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഓന്റെ പേരെന്താ? എന്റെ പേര് സിഐ. നല്ല മൊയ്താന്നല്ല. ഈ സ്റ്റിയറിംഗ് ആണോ വീഴുന്നതാണ് നിൽക്കുന്നത്. ഓക്കെയല്ലോ, ഇനി സമയങ്ങളാണ് പോവാ. അതുകൊണ്ട് ഇയാളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണം എനിക്ക് പറയാനുള്ളത്. ഈ സംഭവമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണം. സാർ അപകടത്തെ പറ്റി പറയൂ. അല്ല, മുഖ്യമന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രിക്ക് ഇതുമായിട്ട് എന്താണ് ഒരു ബന്ധവുമില്ല, പക്ഷെ മുഖ്യമന്ത്രി രാജിവെക്കണം. നിങ്ങളല്ലേ കഴിഞ്ഞ സ്റ്റാൻഡിൽ ആ പിള്ളേരോടൊക്കെ എന്തോ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരാള്. ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല. ഇത് ഓടിക്കാൻ നടക്കുമ്പോൾ ആൾക്കാർ എന്നെ ഓട്ടം വിളിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ വന്നേക്കുന്നത്. ഞാൻ എന്നാ ചെയ്യണം? എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. എന്റെ വണ്ടിയിൽ രണ്ടുപേരും ഒന്ന് കയറി. അവരാ വണ്ടിയിൽ കയറിയപ്പോ അവരൊരു സ്റ്റുഡിയോയുടെ കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. ഒരു ഹോട്ടലിന്റെ കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ അറിയാണ്ട് ഞാൻ അവരോട് പറഞ്ഞു, അപ്പൊ നിങ്ങൾ ഒരു പണി ചെയ്ത് അറിയാമെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ തന്നെ അവർ ചോദിക്കുവാണ്, ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഷാജി ചേട്ടാ, ഇവിടെ നീ ഓട്ടോറിക്ഷ ഓടിച്ചാ ജീവിക്കുന്നത്. അപ്പൊ ആരെങ്കിലും കണ്ടാ കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുവിടാറുണ്ട്. പ്ലാന്റേഷൻ കിടന്നാണ് ഞാൻ ഓടുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വൈറൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കണ്ട നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അത് കണ്ടു. എന്തോരം ആൾക്കാരുണ്ട്, എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഒരു കാര്യം പറയട്ടെ, പറഞ്ഞോ. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം, നമുക്ക് ആരെയും കളിപ്പിക്കാൻ പറ്റില്ല. എന്തൊരു ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇച്ചിരി മനുഷ്യത്വം കാണിക്കണം. സ്റ്റുഡിയോ ഏതാന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത മനുഷ്യനാണിത്. അവരോട് ചോദിച്ചപ്പോൾ ആൾ എന്നോട് പറഞ്ഞെന്താ അറിയോ, സ്റ്റുഡിയോ എന്ന് ചോദിച്ചാൽ ഫോട്ടോ എടുക്കാൻ പോകുന്ന സ്ഥലമല്ലേ മക്കളെ എന്നാ ചോദിച്ചത്. അവര് പറഞ്ഞു സ്റ്റുഡിയോ എന്ന് പറഞ്ഞു. സ്റ്റുഡിയോ എന്നാ നിങ്ങൾക്ക് അറിയോ? അറിയത്തില്ല. ഭാവത്തിന് അറിയാൻ പാടില്ല. അറിയാൻ പാടില്ല. എന്തിനാ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണേ? കുറച്ച് മനുഷ്യത്വം കാണിക്കണം. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല. ദയവേത് ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. അപ്പൊ എന്താണെങ്കിലും ഇവര് നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. തൊടുപുഴയിലാണ് സംഭവം നടക്കുന്നത്. ചേട്ടന്റെ പേര് രാജു എന്നാണ്. തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തപ്പോഴത്തേക്ക് ഫസ്റ്റിന് വീഡിയോ അതുപോലെ മുക്കി. പക്ഷെ അതിന്റെ യാതൊരു അഹംഭാവവും ഇല്ല. ആരോടും വിനയത്തോടും മര്യാദയോടും കൂടിയേ പെരുമാറും. ചിരിച്ചുകൊണ്ടേ സംസാരിക്കും.